നമസ്കാരം. കുടുംബശ്രീ ജെൻഡർ പ്രോഗ്രാമുകളുടെ ഭാഗമായി അതിക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ 12ാം വാർഷിക ആഘോഷവും തുടർന്ന് ഉള്ള ഓൺലൈനിലാണ് നമ്മൾ ഇന്നിരിക്കുന്നത്. സ്നേഹിത 12 വർഷം പൂർത്തിയാക്കി 13ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതുവരെ ഞങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള കേസുകളിൽ 495 കേസുകളാണ് കുട്ടികൾ നേരിട്ട ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. ഇത്തരം കുട്ടികളുടെ ഒരു ഫാമിലി ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ബ്രോക്കൺ ഫാമിലീസിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഡിസ്ഫങ്ഷണൽ റിലേഷൻഷിപ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വന്നിട്ടുള്ള മെജോറിറ്റി കുട്ടികൾക്കാണ് ഇത്തരത്തിലുള്ളൊരു ചൂഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടേണ്ടതായി വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ കുട്ടികൾ നേരിടുന്ന ലൈംഗിക ചൂഷണം അവരുടെ സ്വഭാവ രൂപീകരണത്തിലും വ്യക്തിബന്ധങ്ങളിലും പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി ഇത് വ്യാപകമായ ഒരു സാമൂഹിക പ്രത്യാഘാതം സൃഷ്ടിക്കാൻ ഇടയാക്കും എന്ന ചിന്തയുടെയും അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു പ്രോഗ്രാമിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. ഞങ്ങൾ ഇതിനെ കുറിച്ച് ആലോചിക്കുന്ന അതേ സമയം തന്നെ ബഹുമാനപ്പെട്ട CWC ചെയർപേഴ്സൺ ഷാനിഫ മാഡവും ഒപ്പം രവീന്ദ്രൻ സാറും ആലിസ് മാഡവും മേരി ജോൺ സാറും വേണുഗോപാൽ സാറും അടങ്ങുന്ന പാനൽ ഞങ്ങളോട് കുടുംബശ്രീക്ക് ഇത്ര വലിയൊരു ശൃംഖലയാണല്ലോ കുടുംബശ്രീ, സോ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ഒരു വിപത്തിനെതിരെ എന്തെങ്കിലും സൊസൈറ്റിയിൽ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊരു ചോദ്യം ഞങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊന്നും ആലോചിച്ചില്ല. കുടുംബശ്രീ ബഹുമാനപ്പെട്ട ജില്ലാ മിഷൻ കോർഡിനേറ്റർ, അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ, TPM സ്റ്റാഫ് എല്ലാവരും കൂടെ ഒരുമിച്ചപ്പോൾ എ പ്രോമിസ് ടു പ്രൊട്ടക്ട് എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് നമ്മള് ആവിഷ്കരിക്കുകയായിരുന്നു. അതാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. നമ്മൾ ഇത്തരത്തിൽ ലൈംഗിക ചൂഷണം നേരിടുന്ന കുട്ടികളെ പരിശോധിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചത് കൂടുതൽ പേരും എല്ലാ റിലേഷൻഷിപ്പിൽ പെട്ട് ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കപ്പെടുന്ന കുറേയധികം കുട്ടികൾ നമുക്ക് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വന്നു. സോ അങ്ങനെയാണ് നമ്മൾ ഈ പ്രോമിസ് ടു പ്രൊട്ടക്ട് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന് നമ്മൾ പേര് കൊടുക്കാൻ ഇടയാകുന്നത്. ലൈംഗിക ചൂഷണങ്ങൾ ഉണ്ടാകാനിടയുള്ള സാഹചര്യങ്ങൾ തിരിച്ചറിയുന്നതിനും ഒഴിവാക്കുന്നതിനും ആവശ്യമായ അറിവും കഴിവും കുട്ടികളിലും രക്ഷകർത്താക്കളിലും ഒപ്പം അധ്യാപകരിലും ഒരുപോലെ ഉണ്ടാക്കുവാനും അതുവഴി കുട്ടികളെ സുരക്ഷിതരാക്കാനും സാധിക്കുക എന്നതാണ് ഈ പരിപാടി കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ ഒരു പ്രോഗ്രാം താഴെത്തട്ടിൽ കുടുംബശ്രീ അയൽക്കൂട്ട തലം വരെ എങ്ങനെയാണ് ചെന്നെത്തി നിൽക്കുന്നത് എന്ന് എനിക്ക് ശേഷം റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട ജില്ലാ മിഷൻ DPM ജില്ലാ പ്രോഗ്രാം മാനേജർ സ്വാതി അതിനെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും.